നമസ്കാരം. അനിഴം നക്ഷത്രത്തിൽപ്പെട്ട 2024 അനിഴം നക്ഷത്രത്തിൽപ്പെട്ട ആളുകൾക്ക് ഗുണദോഷ സമ്മിശ്ര ഫലങ്ങളാണോ ഉളവാക്കുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. 2023 ഇവർക്ക് പകുതി ഗുണങ്ങളും പകുതി ദോഷങ്ങളുമായിരുന്നൊരു കാലഘട്ടം തന്നെയായിരുന്നു. എങ്കിലും ശനിയുടെ ആ ഒരു ഗോചരം ഇവർക്ക് കൂടുതലും ദോഷങ്ങൾ തന്നെയാണ് വർഷ അവസാനത്തോടുകൂടി വന്നു ചേരുന്നത്. പൊതുവിൽ ഈ ഒരു വർഷം അനിഴം നക്ഷത്രക്കാർക്ക് ഗുണങ്ങൾ കൂടും എന്നുള്ളതല്ല, എങ്കിലും കുറച്ച് ദോഷങ്ങളാണ് മുന്നിട്ട് നിൽക്കുക. അത് പറയുമ്പോൾ കേൾക്കുമ്പോൾ തന്നെ എല്ലാവരും വിഷമിച്ച് നിർത്തിയിട്ട് പോകും. പക്ഷേ നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ ഏറെ ദോഷങ്ങൾ കുറഞ്ഞിരിക്കും. കാരണം ശനിയുടെ ഒരു ഗോചരം കൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ ശനി അനുകൂലമല്ല എന്നുള്ളത് തന്നെയാണ്. എങ്കിലും നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ ആ ഒരു ദൈവവിശ്വാസവും ഒക്കെ കൊണ്ട് ചിലപ്പോൾ ചില കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മോചനം ലഭിക്കാം. അതുകൊണ്ട് തന്നെ 2024 എന്ന് പറയുന്നത് അനിഴം നക്ഷത്രക്കാർക്ക് പൊതുവെ പല കാര്യങ്ങളിലും ആത്മവിശ്വാസം നല്ലതുപോലെ വളർത്തുന്നത് നന്നായിരിക്കും. കാരണം ആത്മവിശ്വാസം കുറഞ്ഞതുപോലെയൊക്കെ തോന്നാം, പക്ഷേ അത് തോന്നാൻ നിങ്ങൾ വഴിവെക്കാതെ ആത്മവിശ്വാസം നല്ലതുപോലെ വർദ്ധിപ്പിക്കുന്നത് നന്നായിരിക്കും. ഫാക്ടറികളിലൊക്കെ രാഷ്ട്രീയക്കാരുടെ ഇടപെടലുകളൊക്കെ ഉണ്ടാവുകയും അതുമൂലം സമരവും കലഹവും വഴക്കുമൊക്കെ ഉണ്ടാവുകയും നിങ്ങളുടെ സമയോചിതമായ ഇടപെടലുകൾ മൂലം ഫാക്ടറികളിൽ തൊഴിൽശാലകളിലൊക്കെയുള്ള വഴക്കുകളൊക്കെ നിങ്ങൾക്ക് മാറ്റിയെടുക്കാനും ഈ രാഷ്ട്രീയക്കാരുടെ ഇടപെടലുകളിൽ നിന്നൊക്കെ അവരെ ഒഴിവാക്കാനും ഒക്കെ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് ആത്മവിശ്വാസം നല്ലതുപോലെ വർദ്ധിപ്പിക്കുന്നത് നന്നായിരിക്കും. പൂർവികമായിട്ടുള്ള പൈതൃക സ്വത്ത് നിങ്ങൾക്ക് അനുഭവയോഗ്യമാകുന്നതാണ്. സന്താനങ്ങളുടെ ജോലി, വിവാഹം ഇതിനെക്കുറിച്ചൊക്കെ ചൊല്ലി മക്കളുടെ വിവാഹം നടക്കാതിരിക്കുന്നത് കൊണ്ടും മക്കളുടെ സന്താനങ്ങളുടെ ജോലിക്കാര്യം ശരിയാവാത്തത് കൊണ്ടൊക്കെ മനസ്സ് വല്ലാതെ വ്യാകുലപ്പെടുന്നതാണ്. പ്രമേഹ രോഗികളായിട്ടുള്ള ആളുകൾക്ക് പാദത്തിലൊക്കെ മുറിവുകളൊക്കെ ഉണ്ടെങ്കിൽ രക്ഷ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് പ്രമേഹ രോഗം മൂർച്ഛിക്കാതിരിക്കുന്നതിനും രോഗങ്ങളൊക്കെ വർദ്ധിക്കാതിരിക്കുന്നതിനും സമയാസമയത്ത് ചികിത്സകളും വിദഗ്ധ ചികിത്സകളൊക്കെ നോക്കി പോകേണ്ടത് അത്യാവശ്യമാണ്. പുതിയ വീടോ വാഹനമൊക്കെ വാങ്ങാനായിട്ടുള്ളവർക്ക് ആഗ്രഹങ്ങൾ സബലീകൃതമാകുന്നതാണ്. ബാങ്കുകൾ വഴി നിങ്ങൾക്ക് ധാരാളം സഹായ സഹകരണങ്ങളൊക്കെ ലഭിക്കാനുള്ള ഒരു കാലയളവും കൂടി സാധ്യമാകുന്നുണ്ട്. ആനുകൂല്യങ്ങളൊക്കെ കിട്ടാനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു സമയം വളരെയേറെ നല്ലതാണ്. ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒക്കെ പല ബുദ്ധിമുട്ടുകളും നിങ്ങൾക്ക് കടന്ന് പോകേണ്ടതായിട്ട് വരാം. കർമ്മരംഗത്തൊക്കെ ധാരാളം വെല്ലുവിളികൾ നിങ്ങൾ തന്നെ ഏറ്റെടുക്കുകയും അത് നിങ്ങൾ തന്നെ സമയോചിതമായിട്ട് കടന്നു പോകാനുള്ള പ്രതിബന്ധങ്ങളൊക്കെ തരണം ചെയ്യാനുള്ള കഴിവ് ആർജിക്കുന്നതാണ്. വാക്കുതർക്കങ്ങളിൽ നിന്നും കോടതി കേസ് ഇതിൽ നിന്നൊക്കെ പിന്മാറുന്നത് ഉചിതമായിരിക്കും. പ്രവർത്തന രംഗത്ത് പലവിധ വെല്ലുവിളികളും പലവിധ ചിലവുകളും ഒക്കെ വർദ്ധിക്കുകയും അതുമൂലം നിങ്ങളുടെ മനസ്സ് അശാന്തിയായിട്ട് തീരുന്നതും അതിന് നിങ്ങളുടെ സുഹൃത്തുക്കളുടെ സഹായം മൂലം നിങ്ങൾ ചില കാര്യങ്ങളിൽ നിന്നൊക്കെ മോചനം നേടുന്നതുമായിരിക്കും. അലസത വിട്ട് കാര്യങ്ങൾക്ക് അതിനെ ഗൗരവത്തോടുകൂടി കാണുന്നത് കൊണ്ട് ആത്മാർത്ഥതയോടുകൂടി പെരുമാറ്റവും സൗമ്യമായ നിങ്ങളുടെ സംസാരവും മൂലം പല കാര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് മോചനം ലഭിക്കുന്നതാണ്. അനിഴ നക്ഷത്രക്കാരായ ആളുകൾക്ക് കുടുംബത്തിലെ ഭാര്യയുമായിട്ട് പിണങ്ങി കഴിയേണ്ടി വരുന്നതാണ്. അതുകൊണ്ട് തന്നെ കുടുംബത്തിൽ നിങ്ങൾ വളരെയേറെ ശ്രദ്ധ പുലർത്തി വേണം കാര്യങ്ങളൊക്കെ സംസാരിക്കാനായിട്ട്. ചാടിക്കേറി ദേഷ്യവും കോപവും മൂലം മുൻകോപം നിയന്ത്രിക്കുന്നത് നന്നായിരിക്കും. എന്തെങ്കിലുമൊക്കെ പറയും, നിങ്ങളുടെ പങ്കാളികൾക്ക് ഇഷ്ടപ്പെടില്ല, അവസാനം അത് കുടുംബത്തിൽ വലിയ പ്രശ്നങ്ങൾക്ക് വഴിയൊരുക്കുന്നതാണ്. ഏതൊരു കാര്യത്തിലും ദൈവാധീനം വർദ്ധിപ്പിക്കുന്നത് വളരെയേറെ നന്നായിരിക്കും. പ്രവർത്തകർ തമ്മിൽ, സഹപ്രവർത്തകർ, കൊളീഗ്സൊക്കെ തമ്മിൽ സഹകരണ മനോഭാവം കുറയുന്ന ഒരവസ്ഥ വരാം. സഹകരണ മനോഭാവത്തോടുകൂടി പ്രവർത്തിക്കാൻ സാധിക്കാതിരിക്കുന്നത് കൊണ്ട് അവർ നമ്മളെക്കുറിച്ച് അപവാദങ്ങളൊക്കെ പറയാനായിട്ടൊക്കെ ശ്രമിക്കുന്നതാണ്. കുടുംബത്തിൽ പൊതുവെ സമാധാനവും സന്തോഷവും കുറയുന്നതും അതുമൂലം നിങ്ങൾക്ക് കുടുംബത്തിൽ വല്ലാത്ത അശാന്തി അനുഭവപ്പെടുന്നതുമാണ്. സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ ഭൂമി ക്രയവിക്രയം ചെയ്യുന്നത് കൊണ്ട് ഉണ്ടാകുന്നതാണ്. ഭൂമി ക്രയവിക്രയത്തിലൊക്കെ നിങ്ങൾക്ക് നഷ്ടം സംഭവിക്കാം. ഏതാണ്ട് ചെറുകിട സംരംഭകരൊക്കെ പുതിയ മേഖലകൾ കണ്ടെത്തുകയും പുതിയ മേഖലകളിൽ പണം ഇൻവെസ്റ്റ് ചെയ്ത് പുതിയ പുതിയ ബിസിനസ്സുകൾ ആരംഭിക്കുകയൊക്കെ ചെയ്യുന്നതും അതുമൂലം അവർക്ക് നേട്ടങ്ങളുമൊക്കെ വന്ന് ഭവിക്കുന്നതാണ്. നല്ല ജാഗ്രത പുലർത്തുന്ന തരത്തിലുള്ള ബിസിനസ്സൊക്കെ ആരംഭിച്ചാൽ നിങ്ങൾക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഈ വരുന്ന 2024 എന്ന് പറയുന്ന ഈ ഒരു വർഷക്കാലം കുടുംബത്തിൽ ഒരു വിയോഗം, ഒരു ഗുരുജന വിയോഗം, ഒരു ബന്ധുവിൻ്റെ വിയോഗം വല്ലാതെ നിങ്ങളെ ദുഃഖത്തിലാഴ്ത്തുന്നതാണ്. ദോഷങ്ങൾക്ക് പരിഹാരമായിട്ട് നിങ്ങൾ സർപ്പക്ഷേത്രം,
ക്ഷേത്രത്തിൽ നാഗകാവുകളിൽ സർപ്പക്കാവുകളിലൊക്കെ ദർശനം നടത്തുകയും നാഗക്ഷേത്രങ്ങളിൽ വഴിപാടുകളായിട്ട് കദളിപ്പഴ നേദ്യം നടത്തുന്നതുമൊക്കെ ഉചിതമായിരിക്കും. നവഗ്രഹങ്ങളിൽ രാഹുകേതുക്കൾക്ക് നിങ്ങൾ വഴിപാട് ചെയ്യുന്നതും അല്ലെങ്കിൽ നവഗ്രഹങ്ങൾക്ക് മൊത്തമായിട്ട് നിങ്ങൾ വഴിപാടുകളൊക്കെ ചെയ്യുന്നതും പ്രാർത്ഥിക്കുന്നതും പക്കപ്പിറന്നാളുകളിൽ രാഹുകേതുക്കൾക്ക് പൂജ ചെയ്യുന്നതും ഒക്കെ വളരെ നന്നായിരിക്കും. നവഗ്രഹങ്ങളിൽ രാഹുകേതുക്കൾക്ക് പറഞ്ഞിട്ടുള്ള വസ്തുക്കൾ ദാനമായിട്ട് നൽകുന്നതുമൊക്കെ വളരെ ഉചിതമായിരിക്കും ദോഷപരിഹാരങ്ങൾ മാറുന്നതിന്. എന്തായാലും ഈ ഒരു വർഷം നിങ്ങൾക്ക് വളരെയേറെ നല്ലതായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.